ജു ഈശ്വർ മൽപ്പെ ഇപ്പോഴും വെള്ളത്തിനടിയിൽ തന്നെയാണോ? എന്താണ് അവിടെ നടക്കുന്നത്? കുറെ നേരമായല്ലോ ഇവർ ഈ ക്രെയിൻ ഘടിപ്പിച്ച് പുറത്തേക്ക് എത്തിയിട്ട്. എന്താണ് നടക്കുന്നത്? സുബി, ലോറി മുകളിലേക്ക് ടയർ മുകളിലേക്ക് ഉയർത്തുന്ന ദൃശ്യമാണ് ഇപ്പോൾ കാണുന്നത്. ടയർ മുകളിലേക്ക് ഉയർത്തിയിരിക്കുന്നു. ലോറിയുടെ ടയർ മാത്രമാണ് ഇപ്പോൾ മുകളിലേക്ക് ഉയർന്നു വന്നത്. ഏതായാലും മറ്റു ഭാഗങ്ങൾ അതാ ഉയർന്നുണ്ട്. ദൃശ്യങ്ങൾ നമുക്ക് കാണാം, കൃത്യമായ ദൃശ്യങ്ങൾ കാണാം. ലോറിയുടെ ഒരു ഭാഗം മാത്രമാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്. അതാണ് ഇപ്പോൾ ഉയർന്നു വരുന്ന ദൃശ്യം. രണ്ട് ടയറുകൾ. പക്ഷേ ഇത് ഇനി ഏത് വാഹനത്തിന്റെയാണെന്ന് അറിയേണ്ടതുണ്ട്. ഒരു പക്ഷേ രണ്ടാമത് കണ്ട ആ വാഹനം പൂർണ്ണമായും തകർന്ന ആ വാഹനത്തിന്റെ ഇതാണോ? അതായത് ആദ്യം കണ്ടെത്തിയ ആ വാഹനം കൃത്യമായി വലിയ കേടുപാടുകൾ സംഭവിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഉയർത്തിയിരിക്കുന്ന ആ വാഹനം രണ്ടാമതായി കണ്ടെത്തിയ വാഹനമാണോ എന്ന് മനസ്സിലാക്കേണ്ടി വരും. ഏതായാലും ഇതിനൊക്കെ ഒരു സ്ഥിരീകരണം ലഭിക്കേണ്ടത് AK മഷ്റഫ് അവിടെ തന്നെ ഉണ്ട്. ആ AK മഷ്റഫ് കൃത്യമായി നമുക്ക് ആ വിവരങ്ങൾ നമുക്ക് ലഭിക്കും. ഏതായാലും രണ്ട് ടയർ ഇപ്പോൾ പുറത്തേക്ക് കൊണ്ടുവരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത് മാൽപ്പെ അദ്ദേഹത്തിന്റെ ലക്ഷ്യം പൂർത്തിയാക്കിയിരുന്നു. പക്ഷെ വാഹനത്തിന്റെ മറ്റ് ഭാഗങ്ങളൊന്നുമില്ല. രണ്ട് ടയർ മാത്രമാണ് ഇപ്പോൾ ഈ രീതിയിൽ മാൽപ്പെ കണ്ടെത്തിയിരിക്കുന്നത്. മാൽപ്പെ ഇവിടെ പരിശോധനയിൽ തെരച്ചിൽ കണ്ടെത്തിയ രണ്ട് ടയറുകളും കരയിലേക്ക് അടുപ്പിക്കുന്ന ദൃശ്യമാണ് ഇപ്പോൾ നമുക്ക് തത്സമയം കാണാൻ സാധിക്കുന്നത്. എന്തായാലും മറ്റ് ആദ്യം കണ്ടെത്തിയ വാഹനം അത് ആയിരിക്കുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. കാരണം ആ വാഹനം വലിയ കേടുപാടുകൾ സംഭവിച്ചിട്ടില്ല എന്നാണ് മാൽപ്പെ നേരത്തെ വ്യക്തമാക്കിയിരിക്കുന്നത്. അങ്ങനെ രണ്ടാമത്തെ വാഹനം പൂർണ്ണമായും തകർന്നതിലാണ്. അതല്ല മറ്റ് കൂടുതൽ വാഹനങ്ങളുണ്ട്, അതിന്റെ ഭാഗമാണെന്ന് അറിയേണ്ടതുണ്ട്. അതൊക്കെ സ്ഥിരീകരണം ലഭിക്കേണ്ടതുണ്ട്. ഏതായാലും രണ്ട് ടയറുകൾ ഇപ്പോൾ പുറത്തേക്ക് ലഭിച്ചിരിക്കുന്നു. ആ വാഹനം വലിയ തോതിൽ കേടുപാട് സംഭവിച്ചിട്ടുണ്ടാകണം എന്ന് വേണം നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ. അത്രത്തോളം വലിയ രണ്ട് ടയർ മാത്രം വേർപ്പെടുന്ന സാഹചര്യത്തിലേക്ക് തകർന്ന് തരിപ്പണമായ രീതിയിലൊരു അപകടം ആ വാഹനത്തിൽ സംഭവിച്ചിട്ടുണ്ടാകണം. ആ രീതിയിലുള്ള ആ ഒരു ദൃശ്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും രണ്ട് ടയറുകൾ മാത്രമാണ് ഇപ്പോൾ ഈ തെരച്ചിലിൽ പുറത്തേക്ക് ഉയർത്താൻ സാധിച്ചിട്ടുള്ളത്. ആ വലിയ വാഹനം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 15 ടണ്ണോളം ഭാരമുള്ള ആ വാഹനം അത് ഉയർത്താൻ ഏതായാലും ആയിട്ടില്ല. ഇപ്പോൾ രണ്ട് ടയർ മാത്രമാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ളത്. ഇനി മാൽപ്പെ കണ്ടെത്തിയ ആ മറ്റ് രണ്ട് വാഹനങ്ങൾ അത് ഏതാണ്, അതൊക്കെ ഇനി സ്ഥിരീകരണം വരേണ്ടതുണ്ട്. ഏതായാലും ഇപ്പോൾ നിരാശ ഉണ്ടാക്കുന്ന രീതിയിലുള്ള രണ്ട് ടയറുകൾ മാത്രമാണ്, ആശങ്ക ഉണ്ടാക്കുന്ന രീതിയിലുള്ള ടയറുകൾ മാത്രമാണ് പുറത്തേക്ക് എത്തിച്ചിട്ടുള്ളത്. പൂർണ്ണമായും കരയിലേക്ക് എത്തിച്ചു കഴിഞ്ഞു. സുബി, ഷിരൂർ ദൗത്യം അതിനെ നിർണായക